तो आप कौन है, सिया है सुन्नी है? नहीं, मैं सुन्नी हूँ। सुन्नी हो? हाँ, शिया के साथ खाते नहीं हैं। जी। हाँ, क्यों? अभी हम पानी मांगे कि भाई हम प्यास लग रही है, हमें पानी दो, तो ऐसा करके पानी देंगे। अच्छा, थूक के पानी दे? हाँ, ये असलियत है, तो हम लोग क्यों खाएंगे? अच्छा, मतलब कोई भी सिया होता है तो वो हर चीज़ थूक के देता है। हाँ, इसका मतलब जो वीडियो आती है वो सही आती है कि भाई कोई थूक के आम दे रहा है, कोई थूक के शरबत पिला रहा है, तो कोई थूक के बिरयानी खिला रहा है। किसी भी चीज़ में थूकना गलत है ना? गलत है। പാകിസ്ഥാൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റും രാഷ്ട്രപിതാവുമായിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹം ഒരു ഷിയ ആയിരുന്നു. ഷിയ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ വെള്ളിയാഴ്ച പള്ളികൾ ബോംബിട്ട് പൊട്ടിക്കാനായിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. മിക്കവാറും വെള്ളിയാഴ്ചകളിൽ പാകിസ്ഥാനിൽ പൊട്ടുന്ന പള്ളികൾ മുഴുവൻ ഷിയകളുടെയാണ്. ഷിയ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു ന്യൂനപക്ഷമാണ്. തൊട്ടടുത്ത് ഷിയ ഭൂരിപക്ഷമായിട്ടുള്ള ഇറാനുണ്ട്. 90+ ഷിയാസാണ് %+. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ അറൗണ്ട് 26% ഷിയാസ് ഉണ്ട്. പക്ഷെ പാകിസ്ഥാനിൽ ഒരു ഷിയ പ്രസിഡൻ്റ് ആകുന്നതിനെക്കുറിച്ച് ഇന്ന് പാകിസ്ഥാനിൽ സംസാരിക്കാൻ പോലും സാധിക്കില്ല. അതിനേക്കാൾ രസം പാകിസ്ഥാൻ്റെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി എന്ന് പറയുന്ന മുഹമ്മദ് സഫറുള്ള ഖാൻ UN-ലൊക്കെ ഒന്നാന്തരമായി പ്രസംഗിക്കുമായിരുന്നു. നമ്മുടെ കൃഷ്ണമേനോനെ വരെ അടിച്ച് തോൽപ്പിച്ചു എന്ന് വെച്ചാൽ സംസാരത്തിലൂടെ അടിച്ച് തോൽപ്പിച്ച് വളരെ മിടുക്കനായിട്ടുള്ള വിദേശകാര്യം സഫറുള്ള ഖാൻ. അദ്ദേഹം ഒരു അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഇന്ന് അഹമ്മദിയക്കാർ പാകിസ്ഥാനിൽ ആരാണ് എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക. അവർ അമുസ്ലിങ്ങളാണ്, അവർ മുസ്ലിങ്ങളെ അല്ല. എന്നിട്ടാണ് അവർക്ക് വേറൊരു സാധ്യതയില്ല.